ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ലോക്ക് ആൻഡ് കീയുടെ അടുത്ത എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി നോക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് നീന ഒരു ഡിറ്റക്ടറിൻ്റെ അടുത്താണ്, അതായത് പോലീസ് ഓഫീസിൽ വന്നിരിക്കുകയാണ്. ജോയുടെ ഡെത്ത് ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു മരണമാണ്, അല്ലാതെ അത് സൂയിസൈഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർ അതെന്താ പറയണമെന്ന് വെച്ചാൽ അതൊരു സൂയിസൈഡാണ് എന്നാണ്. പക്ഷേ നീന അവിടുത്തെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഒരാളുടെ ഒരു പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ തലേ ദിവസം അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു ജോ, അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്ററോട് പറയുന്നു. ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിക്കാമെന്നും പറയുകയാണ്. നീനയെ മാത്രമല്ല കേട്ടോ, ജോയുടെ ഡെത്ത് എല്ലാവരെയും, അതായത് കോളേജിലുള്ളവരെയും ഒക്കെ ഒരു വിഷമത്തിലാഴ്ത്തിയിട്ടുണ്ട്. കാരണം നല്ലൊരു പ്രൊഫസറായിരുന്നു. ടൈലറിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ടൈലറിൻ്റെ ലവർ ജാക്കി, അവരൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഇതേ സമയം കിൻസി പിന്നെയും ആ ഒരു മെമ്മറിയിലൂടെയൊക്കെ പോയി, അതായത് ആ ട്രീ ഓഫ് മെമ്മറി എന്നുള്ള കുറേ മെമ്മറീസ് എടുത്ത് നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു കേവിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പോലെ കാണുകയാണ്. ആ ഒരു മെമ്മറി കാണുകയാണ്. അപ്പോൾ അത് ടൈലറിനെ കാണിക്കുകയും നമുക്കവിടെ പോയി നോക്കണം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അല്ലാണ്ട് അവരുടെ അച്ഛൻ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, അവരുടെ അച്ഛൻ ഒരാളെ കൊല്ലുന്നതായിട്ടുള്ള ഒരു മെമ്മറി അവർ കണ്ടു. അതിനുശേഷം ടൈലർ ഭയങ്കര ഡെസ്പായിരുന്നു. ടൈലർ പിന്നെ ഇതിൽ വലിയ ഇടപെടലൊന്നുമില്ല. പക്ഷേ കെൻസി ഉറപ്പിച്ച് പറയുന്നുണ്ട് അവരുടെ അച്ഛൻ അങ്ങനെ വെറുതെ ഒരാളെ കൊല്ലില്ല, അല്ലെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. പക്ഷേ ടൈലർ ദേഷ്യപ്പെട്ടാണ്, നിനക്കതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ, എന്തിനാണ് ഇതിൻ്റെ പുറകെ പോയിട്ട് ഓരോ പൊല്ലാപ്പ് വരുത്തുന്നത്, അച്ഛൻ ഒരാളെ കൊന്നതുകൊണ്ട് തന്നെയാണ് അച്ഛൻ കൊല്ലപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നീനയ്ക്ക് നല്ല സംശയമുണ്ട് എല്ലിയെ. കാരണം എല്ലിയുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്തിരുന്നു. അപ്പം എല്ലിയെ ഇതുപോലെ ഈ ഒരു ആളുടെ ഒരു മരണാനന്തര ചടങ്ങിൽ വെച്ച് കാണുകയാണ് നീന. അപ്പം നീന ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് എൻ്റെ കോളുകൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അവിടുന്ന് ആകെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എല്ലി അവിടുന്ന് ഇറങ്ങി പോവാണ്. എല്ലി പറയുകയാണ്, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം, ഇതെല്ലാം അതിനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുമ്പോൾ നീന നന്നായിട്ട് എല്ലി എടുത്ത് കുടയുന്നുണ്ട്. അതായത് നീ എവിടെയായിരുന്നു അവൻ്റെ മരണസമയത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്നവൾ കള്ളം പറയാണ്. നീ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യം ജോയുടെ അടുത്ത് പോണതിന് മുന്നേ നിന്നെ കാണാനാണ് വന്നത്, നീ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ നിൻ്റെ മകനെ കണ്ടതാണ് എന്ന് പറയുമ്പോൾ എല്ലിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. എല്ലി അപ്പോൾ അവളുടെ അടുത്ത് ഷൗട്ട് ചെയ്യാണ്, നിനക്ക് എത്ര നാളായിട്ട് ജോനെ അറിയാം, നിനക്ക് എന്നെക്കാളും വലിയ ഒരു കണക്ഷൻ ഉണ്ടോ ജോയായിട്ട്, കുറച്ച് മാസങ്ങളായിട്ടല്ലേ നിനക്കറിയാം, എനിക്ക് വർഷങ്ങളായിട്ട് ജോനെ അറിയാം, അപ്പം എന്നെ നീ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്, എന്താണ് ഞാൻ വളരെ നന്നായിട്ട് ശ്രമിച്ചു നിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കാൻ, പക്ഷേ അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. ഇതേ സമയം തന്നെ കെൻസിൻ്റെ ഫ്രണ്ട്സും അവർക്കൊരു മൂവി പ്ലാനൊക്കെ ഉണ്ടല്ലോ, അറിയാമല്ലോ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു പ്ലാനുമായിട്ട് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കെൻസിയുടെ മനസ്സിൽ എന്താണ്, എങ്ങനെയെങ്കിലും ആ കേവിൽ പോയിട്ട് ആ സീക്രട്സ് ഒക്കെ അറിയണമെന്നാണ്. കാരണം അവൾ ആ ഒരു വീഡിയോയിൽ കണ്ടു എന്തോ ഒരു ബ്ലൂ വെളിച്ചം, അവിടെ ഒരു നീല വെളിച്ചം. ആ നീല വെളിച്ചത്തിലേക്ക് അവർ പോകുന്നത് വരെ ഉള്ളൂ ആ ഒരു വീഡിയോ. അപ്പം ആ ഒരു മെമ്മറി അല്ലേ, അപ്പോൾ അത് കണ്ടുപിടിക്കണം അവൾക്ക്. അതിന് വേണ്ടിയിട്ട് അവൾ ഈ ഫ്രണ്ട്സിനെ പ്രേരിപ്പിക്കുകയാണ്, നമുക്ക് നല്ലൊരു ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും അത് അംഗീകരിക്കുകയാണ്. ഓക്കെ, നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ആകുമ്പോഴല്ലേ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുള്ളൂ. ഇതേ സമയം നമ്മുടെ ബോഡി ഇങ്ങനെ വിസ്പറിങ് കേൾക്കുകയാണ് കേട്ടോ വീട്ടിൽ. ആൾക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, വിസ്പറിങ് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നാൽ മതി. അങ്ങനെ ഒരു തയ്യൽ മെഷീൻ്റെ അടിയിൽ നിന്നും അവനൊരു പ്രത്യേക നല്ല ഭംഗിയുള്ള ഒരു കീയും കൂടി കിട്ടുകയാണ്. ഇനി എന്താണ് ഈ കീയുടെ രഹസ്യം എന്ന് കണ്ടുപിടിക്കലാണ് അടുത്ത പണിയില്ലേ. വേഗം തന്നെ വീട്ടിലുള്ള ഡോറിലൊക്കെ മാച്ച് ആവുന്നുണ്ടോ അതൊന്ന് നോക്കി അത് നോക്കുമ്പോൾ അടുക്കളയിലുള്ള ഒരു അലമാരിയുണ്ട്, അതിനകത്താണത് മാച്ച് ആവുന്നത്. അപ്പോൾ അതിലെന്താ രഹസ്യം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വേഗം ആൾ ഹെൽമെറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറയുകയാണ്, മോനെ നീ ഇതിൻ്റെ കീ കണ്ടുപിടിച്ചോ, വളരെ നന്നായി, ഞാൻ ഇതിൻ്റെ കീ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് അത് തുറക്കുന്നതെങ്കിലും അതിന് ഉള്ള ഒരു രഹസ്യമോ പവറോ ഒന്നും ഇപ്പോൾ ബോഡി കണ്ടെത്തിയിട്ടില്ല. അപ്പം എന്തായാലും ഈ കീകളൊന്നും വെറുതെ അല്ല അല്ലേ, എല്ലാത്തിനും ഓരോ പവറുകളുണ്ട്. അപ്പോൾ അത് ഉടനടി നമുക്ക് മനസ്സിലാവും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ നമ്മുടെ ബോഡി കുടുങ്ങുന്നത് വെല്ലടിയുടെ മുന്നിലാണ്. പക്ഷെ വെല്ലടീൻ്റെ പഴയ പേടിയൊന്നും ബോഡിക്കില്ല, കാരണം കീയൊന്നും പുതിയത് കിട്ടിയിട്ടുമില്ല. ബോഡി പറയണത് നിനക്ക് എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നാണ് വളരെ കാഷ്വലായിട്ട് പറയണത്. അപ്പോൾ വെല്ലടി പറയുന്നുണ്ട്, ഈ കീകൾ നിനക്ക് വെച്ചിരുന്നാൽ നിനക്ക് നിൻ്റെ കുടുംബത്തിന് തന്നെ നഷ്ടമാവും എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ്.
കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളെ ഈ ഒരു ലേഡി ഒരു കീ, ഏതോ ഒരു കീ ജയിലിൽ കിടക്കുന്ന സാമിന്, അതായത് ഇവരുടെ അച്ഛനായ റെയിൻഡലിനെ കൊന്ന സാമിന് കൊണ്ടു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്ത് കീ ആണെന്നോ അതിൻ്റെ യൂസ് എന്താണെന്നോ ഒന്നും അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു ഫയർ കീ ആയിരുന്നു. നമുക്ക് കാണാം ഫസ്റ്റ് എപ്പിസോഡിൽ ഒരാൾ തീ കൊളുത്തി മരിക്കുന്നത് അല്ലേ, സ്വന്തം മേത്ത്. ആ ഒരു കീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു വീട്ടിൽ നിന്ന് അവൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കീ യൂസ് ചെയ്ത് സാം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്താണ് സാമിൻ്റെ അടുത്ത ഉദ്ദേശം അല്ലേ? റെയിൻഡലിനെ കൊന്ന ആളാണ്. വെല്ലേഡി എന്തോ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ. ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോലും ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഓരോ ഭാഗവും എക്സൈറ്റഡ് ആയിട്ട് തീർന്ന വരെ നമ്മൾ അത്ര എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതേ സമയം തന്നെ കെൻസിയുടെ ഫ്രണ്ട്സും കെൻസിയും കൂടി ഷൂട്ടിങ്ങിനായിട്ട് അങ്ങനെ ആ സി കേവിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ദുരൂഹത നിറഞ്ഞൊരു സി കേവാണ് കേട്ടോ. ഇങ്ങനത്തെ ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പക്ഷെ നമ്മുടെ കെൻസിയുടെ ഉള്ളിലിരിപ്പോൾ എന്താണ്, ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുക അല്ല, അതൊന്നുമല്ല. അവൾക്ക് ആ ഒരു നീല വെളിച്ചം എന്താണെന്ന് രഹസ്യം കണ്ടെത്തണം. അങ്ങനെ അവൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം, നീ ഉള്ളിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിച്ച് ഉള്ളിലേക്ക് പോവാണ്. ശരിക്കും അവിടെ ഒരു അപകടമൊക്കെ ഉണ്ട്. കാരണം അത് അവർക്ക് നേരത്തെ അറിയാം. അതായത് അത് കടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റെ ടൈഡ്സ് ഉള്ളിലേക്ക് കയറും. അതായത് ഇങ്ങനെ എന്താ പറയുക, വേലി ഇറക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഫുള്ള് വെള്ളം കയറി കേവിൽ മൊത്തം നിറയുന്ന അവസരങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കിയിട്ട് സമയം നോക്കിയിട്ടും ഒക്കെ ആണ് അവർ വന്നിട്ടുള്ളത്. എങ്കിലും ഉള്ളിലേക്ക് ഒത്തിരി പോകുന്നത് അപകടമാണ്. പക്ഷേ കെൻസി ഇതൊന്നും കൂട്ടാക്കാതെ ഉള്ളിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ആ ഒരു മെമ്മറിയിൽ കണ്ട പോലത്തെ ആ ഒരു നീല വെളിച്ചം, ഡാർക്ക് ഡോർ എന്നാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ പേര് തന്നെ. അവിടേക്ക് അവൾ എത്തുകയാണ്. ഭയങ്കര അവൾക്ക് എന്താണ് അത് തുറന്ന് അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം അവളുടെ അച്ഛനും ഫ്രണ്ട്സും അവിടേക്ക് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഈ ഒരു ട്വിസ്റ്റ്, അവളുടെ അച്ഛൻ ഒരാളെ കൊല്ലുന്നതായിട്ടുള്ള ആ ഒരു മൊമെൻ്റ് അവർ കാണുന്നത്. അപ്പോൾ ഇത് തുറക്കാൻ ഇവൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നാൽ ഇതേ സമയം അടുത്ത സ്ഥലത്ത്, അതായത് അവരുടെ ഫ്രണ്ട്സ് ഇരിക്കുന്നിടത്ത് വെള്ളം കയറി തുടങ്ങി. എന്താണ് ചെയ്യാന്നറിയില്ല, അത് ഭയങ്കര ഡേഞ്ചറാണ്. വെള്ളം കയറുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചത്തുപോകും. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടാം വേഗം, അതായത് അത് നിറയുന്നതിന് മുമ്പ് അവിടുന്ന് പുറത്ത് കിടക്കണം. അപ്പം ഇവർ നീന്തി വളരെ കഷ്ടപ്പെട്ട് കെൻസി എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ട് കെൻസി അന്വേഷിച്ച് ഉള്ളിലേക്ക് വന്ന ആ ഒരു ഡോറ് അവനും കാണുന്നുണ്ട്. ആ ഡോറിൻ്റെ അവിടെ നിന്ന് അവളെ വലിച്ചുകൊണ്ട് വേഗം പോവാണ് പുറത്തേക്ക്. ഇതേ സമയം മറ്റവന് മനസ്സിലായി എന്താണ് ഇവളുടെ ഉദ്ദേശം, ഷൂട്ട് ചെയ്യായിരുന്നില്ല, ഈ കേവ് കണ്ടുപിടിക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവൻ പറയുകയാണ് ഞാൻ നിന്നെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഒരു മനസാക്ഷിക്കുത്തുണ്ടാക്കുകയാണ്. കാരണം അവളുടെ ഫ്രണ്ട്സിൻ്റെ ജീവൻ, അതിൻ്റെ വില മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന് വില കൊടുക്കാതെയാണ് അവളുടെ ഒരു സെൽഫിഷായിട്ടുള്ളൊരു കാര്യത്തിന് എല്ലാവരെയും കൊണ്ട് ബലിയാടാക്കുന്ന രീതിയിൽ കൊണ്ടുവന്നത്. ഈ സമയം ഭയങ്കര ഡൗൺ ആയിപ്പോയി നമ്മുടെ കെൻസി. കാരണം കെൻസി ആ സമയത്ത് അവളുടെ ആ ഒരു അച്ഛൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ്, വേറെ വഴിയില്ല, ടൈലറാണെങ്കിൽ പോകുന്നില്ല ഇവരുടെ കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ യൂസ് ചെയ്തത് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അത് മനസ്സിലാക്കുന്നുമില്ലല്ലോ അവർ കുറ്റപ്പെടുത്തല്ലേ ചെയ്തത്. അപ്പോൾ അവൾ വളരെ ഡൗൺ ആയിരിക്കുമ്പോൾ ഗേബ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രണ്ടാണ് അവളുടെ കൂടെ നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കോളേജിൽ എന്തോ ഒരു ചെറിയ പാർട്ടി നടക്കുന്ന സമയത്ത് നമ്മുടെ ഡോഡ്ജ്, അതായത് റിയൽ ലേഡി വന്നിട്ട് ടൈലറുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ടൈലറിന് അറിയില്ല ഇതാണ് ലേഡി എന്നുള്ളത്. അപ്പോൾ കോളേജിലുള്ള ഒരാളായിട്ടാണ്, ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെയാണ് ഇവർ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഡോഡ്ജ് ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ടൈലറിനെ വളയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജാക്കി അങ്ങോട്ട് വരുന്നുണ്ട്. ജാക്കി എന്ന് വെച്ചാൽ ടൈലറിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. പക്ഷേ അവർ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ പിണക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു സുഖത്തിലല്ല അവിടെ നിന്ന് പിരിയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ടൈലർ അവിടെ നിന്ന് പോവും. എന്നാൽ പോകുമ്പോൾ നമ്മുടെ ഡോഡ്ജ് അവിടെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അങ്ങ് പോയാലോ, നമുക്ക് കുറച്ച് ട്രിക്സൊക്കെ അടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് ഡോഡ്ജ് ഇങ്ങനെ നമ്മുടെ ടൈലറിനെ സ്വാധീനിച്ച്, അവൾക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, അങ്ങനെ അവനെ കാറിലേക്ക് കൊണ്ടുപോവാണ്. അതേസമയം നമ്മുടെ സാം രക്ഷപ്പെട്ട് ലോക്ക് ഫാമിലിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവൻ്റെ ഒരു മെമ്മറീസാണ് കാണിക്കുന്നത്. അതായത് ഇവനാണല്ലോ ഈ ലോക്ക് ഫാമിലിയിൽ ഇവരുടെ റെയിൻഡൽ, അതായത് അച്ഛനെ കൊന്നത്. അതിൻ്റെ റീസണാണ് ഇനി കാണിക്കുന്നത്. അതായത് സാം അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. അവൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും അവിടുത്തെ പ്രൊഫസറാണ് റെയിൻഡലിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ റെയിൻഡൽ നല്ല രീതിയിലൊക്കെ ഉപദേശിക്കുമ്പം അവിടെ വാളിൽ ഈ ഒരു ലോക്ക് ഹൗസ് അവിടെ സാം കാണുമ്പം അവനവിടുന്ന് ആരോ അവനെ ഇങ്ങനെ വിളിക്കുന്നതായിട്ടുള്ളൊരു ഫീൽ തോന്നാണ്. അത് ആക്ച്വലി ഈ ലേഡിയാണ്. ലേഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പിക്ചർ
പിക്ചറിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാരി പോട്ടറിലൊക്കെ കാണുന്ന പോലെ പിക്ചറിൻ്റെ ഉള്ളിൽ നിന്ന് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം ഈ ഒരു വെല്ലേടി. എന്നിട്ട് വിളിക്കുകയാണ് സാമിനെ, സാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇവൻ ലോക്ക് ഹൗസിനെ പറ്റി ചോദിക്കുമ്പോൾ നല്ല വിശദമായിട്ട് നമ്മുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റെയിൻഡൽ ഇതെൻ്റെ വീടാണ്, ഞാൻ ജനിച്ചു വളർന്ന വീടാണെന്നൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ വിളിക്കുന്ന ആ ഒരു വിളിയിലാണ് നമ്മുടെ സാം അവിടെ എത്തിപ്പെടുന്നത്. ഇത്രയും കാണിക്കുകയാണ് സാം ആ ലോക്ക് ഫാമിലി, അതായത് ലോക്ക് ഹൗസിൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുമ്പം. ഓക്കെ, ആ വീടിൻ്റെ ജനൽ തകർത്ത് സാം ഉള്ളിൽ കയറാണ്. സാമിന് എന്തോ ഉദ്ദേശമുണ്ട്, നമുക്കറിയില്ല വെല്ലേടി എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന്. എന്നാൽ ഇതങ്ങോട്ട് വന്ന് കിൻസിയും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്ന കിൻസിയും അതുപോലെ ബോഡിയും നോട്ടീസ് ചെയ്യുകയാണ് അവരുടെ ജനൽ പൊട്ടിക്കെടുക്കുന്നത്. ഇത് വെല്ലേടി ആയിരിക്കുമോ എന്ന് പറയുകയാണ്. പക്ഷേ വെല്ലേടി അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒന്നും അവൾക്ക് എടുത്തുകൊണ്ട് പോകാനില്ല. അപ്പോൾ അത് വേറെ ആരോ ഒരു ഇൻട്രൂഡർ ആണല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ കയ്യിലൊരു കീ ഉണ്ടല്ലേ, എന്താണത്, ഒരു ഗോസ്റ്റ് കീ ഉണ്ട്. ആ ഗോസ്റ്റ് കീ വെച്ചിട്ട് ആ ഡോറ് തുറന്ന് ഞാൻ ഗോസ്റ്റായിട്ട് മുകളിൽ പോയി നോക്കാമെന്ന് പറയാണ്. കാരണം മുകളിൽ നിന്ന് ഇവർ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഗൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സാം ഇവരുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ ഇവർക്ക് ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഗോസ്റ്റായിട്ട് ആ വാതിൽ തുറന്ന് തന്നെ ഇടണമെന്ന് ബോഡി പറയുന്നുണ്ട് കിൻസിയോട്. വാതിൽ തുറന്നിട്ടെങ്കിൽ മാത്രമേ ആ ഒരു സോളിന് പിന്നെ വന്ന ബോഡിയിൽ കയറാൻ പറ്റൂ. അങ്ങനെ ഇവർ മുകളിൽ പോയി നോക്കുമ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് ഹെഡ് കീ എന്നാണ് സാം ഭീഷണിപ്പെടുത്തി നീനയോട് ചോദിക്കുന്നത്. നീനയ്ക്ക് ഉണ്ടോ കീകളെ പറ്റി വല്ല വിവരവും? പ്രത്യേകിച്ച് അഡൽസിന് ഇതിനെപ്പറ്റി ഒന്നും ഓർമ്മയുണ്ടാവില്ല. 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീയുമായി ബന്ധപ്പെട്ട എന്ത് ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിലും അത് അപ്പം തന്നെ മറന്നു പോകും. അപ്പം നീനയ്ക്ക് ഈവൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മിറർ കീയുടെ കാര്യമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പം ഈ നീനയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അമ്മ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ, കാരണം ഗോസ്റ്റായി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി പോയി ബോഡിയിലേക്ക് കയറുകയാണ്. എന്നിട്ട് കിൻസിയോട് താഴെ പോയി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അവർ ഹെഡ് കീയിലേക്കാണോ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യാണ്, കീസൊക്കെ ഒളിപ്പിച്ച് വെക്കാം. അത്യാവശ്യമുള്ള ഒരു കീ ഒരു പാവയുടെ ഉള്ളിൽ വെക്കുകയാണ്. എന്നിട്ട് 2-3 കീ മാത്രം ഇവരുടെ കയ്യിൽ വെക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി വെല്ലടിക്ക് നേരിട്ട് കീകൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് സാമിനെ അയച്ചേക്കുകയാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ സാമിൻ്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്തായാലും കിൻസിയും ബോഡിയല്ലേ ഉള്ളൂ. അപ്പം അമ്മയാണെങ്കിൽ തോക്കിൻ്റെ മുന്നിലുമാണ്. അങ്ങനെ അവരുടെ കയ്യിലുള്ള 3-4 കീയൊക്കെ കൊടുക്കുന്നുണ്ട്, സാമിന് കൊടുക്കുന്നുണ്ട്. അവനതിൻ്റെ യൂസ് അറിയുമോ എന്നൊന്നും ഇവർക്കറിയില്ല. പിന്നെയും ഹെഡ് കീ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരെയും കെട്ടിയിടുകയാണ് സാം ചെയ്യുന്നത്. എന്നിട്ട് സാം അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി കിൻസിയും ബോഡിയും പറയും ഇവൻ അന്വേഷിക്കുന്ന കീ ടൈലറിൻ്റെ കയ്യിലാണെന്ന്. ടൈലർ ഇപ്പോൾ വരലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പറയുന്നത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ. പക്ഷേ എന്താണ്, ടൈലർ ഈ സമയത്ത് ഇതൊന്നും അറിയുന്നില്ല. ടൈലർ ഡോഡ്ജിൻ്റെ പിടിയിലാണ് അല്ലേ. ഗേൾ ഫ്രണ്ടുമായിട്ടൊന്ന് പിണങ്ങിയപ്പോഴേക്കും ഇവിടെ ഡോഡ്ജുമായിട്ട് ഇവിടെ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഇവൻ ബോധാവസ്ഥയിലാണോ ഇവളുമായിട്ട് കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡോഡ്ജിൻ്റെ ജാക്കറ്റ് പുറകിൽ, അതായത് കാറിൻ്റെ ബാക്കിൽ സൈറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കത് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു ജാക്കറ്റിൻ്റെ ബാക്കിലായിട്ട് ഇവൻ പെട്ടെന്ന് എനിവേർക്കി കാണും. എനിവേർക്കി കാണുന്ന മൊമെൻറ്റിൽ അവന് മനസ്സിലാവും ഇതാണോന്ന് സംശയം വരും. പെട്ടെന്ന് ഇവളുടെ മുഖഭാവമൊക്കെ മാറിയിട്ട് എനിക്ക് താ എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും, എന്താ നിനക്ക് ഇതെൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കും. കാരണം എന്താണ്, ഇവനറിയാമല്ലോ ബോഡി പറഞ്ഞിട്ട് വെല്ലടിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവളുടെ ഭാവം മാറും. ഇതോടുകൂടി അവൻ കാറിൽ നിന്ന് ജീവനും കൊണ്ട് എനിവർക്കിയും കൊണ്ട് ഇറങ്ങി ഓടും. ഏതെങ്കിലും ഒരു ഡോറ് കണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു കീ വെച്ച് തുറന്ന് അവൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തുറക്കാൻ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഡോഡ്ജാണെങ്കിൽ പുറകെ ഓടും. പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഡോറ് കാണുന്നു. ടൈലർ അത് തുറക്കുന്നു. ലോക്ക് ഹൗസ് എന്ന് മനസ്സിൽ പറയുന്നു. അവൻ എത്തുന്നത് ലോക്ക് ഹൗസിലാണ്. പുറകെ വന്ന് നമ്മുടെ ഡോഡ്ജോ അവിടെ തുറക്കുമ്പോൾ അത് സൂപ്പർ മാർക്കറ്റ് തന്നെ. അങ്ങനെ പവനായി ശവമായി. കഥ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ചില വേർഡ്സൊക്കെ മാറിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. ലോക്ക് ഹൗസ് അല്ല, കീ ഹൗസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കീ ഹൗസിലെത്തിയപ്പോൾ ടൈലറിന് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാവും. കാരണം താഴേക്ക് ഇവൻ ഇറങ്ങി വരുമ്പോൾ അവിടെ സാമ് തോക്ക് ചൂണ്ടി നിൽക്കുന്നു. അവൻ്റെ വീട്ടുകാരെ എല്ലാം കെട്ടിയിട്ടിരിക്കുന്നു. അവൻ്റെ അച്ഛനെ കൊന്ന ആളാണല്ലേ, അവൻ നേരെ വന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷേ അധികം താമസിയാതെ തോക്ക് ആരുടെ കയ്യിലാണ്, സാമിൻ്റെ കയ്യിലത്തോണ്ട് സാം അവനെയും കെട്ടിയിടും. അങ്ങനെ ഹെഡ് കീ എവിടെയെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇവൻ പറയും ഇവൻ്റെ ഇല്ലെന്ന്. അപ്പം നിങ്ങളെന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയും. ഉടനെ നമ്മുടെ കിൻസി പറയും ഞാനതൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണെന്ന്. ഇതും നുണയാണെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കിൻസിയെയും ബോഡിയെയും കൊണ്ട് അവിടുന്ന് സാം തോക്ക് ചൂണ്ടി തന്നെ കൊണ്ടുപോവുകയാണ്. ബാക്കിയുള്ളവരെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, അതായത് അമ്മയെയും ടൈലറിനെയും.
അങ്ങനെ ഇവരുടെ വീടിൻ്റെ പുറകിൽ കൂടെ നടന്ന് കാടാണ് കേട്ടോ ഫുള്ള്. കാരണം ഈ ഒരു കീ ഹൗസ് എന്ന് പറയുന്നത് കുറേ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. അങ്ങനെ ഇവരതിൻ്റെ പുറകിൽ കൂടി ചെന്ന് എവിടെയോ ഒരു സ്ഥലത്തെത്തുമ്പോൾ കിൻസി പറയും ഞാനിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ഇവൻ കുഴിക്കാൻ പറയും. അങ്ങനെ അവൾ കുഴിക്കുകയാണ്. അവൾക്കൊരു കത്തി കിട്ടും. അവൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാനാണെന്ന് മനസ്സിലായി സാം കയറി പിടിക്കും. ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. പെട്ടെന്നാണ് മക്കളെ മണ്ണിൽ നിന്നൊരു കൈ പൊങ്ങി വരുന്നത്. എന്താണത്? നിങ്ങൾക്ക് വല്ല ഗസ്സും ചെയ്യാൻ പറ്റുന്നുണ്ടോ? മണ്ണിൽ നിന്ന് പൊങ്ങി വന്ന ആ ഒരു രൂപം, അതായത് നമ്മുടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കിൻസിയുടെ പേടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് വന്നിട്ടാണ് ഇത്ര നേരം കുഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പേടി, ആ ഒരു ഭീകര രൂപിണി പുറത്തേക്ക് വരികയാണ്. അത് അവളുടെ ഒരു സ്കെയറി ആയിട്ടുള്ള ഒരു രൂപം മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് മുന്നത്തെ എപ്പിസോഡിൽ അവൾക്ക് എന്തിനാണോ പേടി അതിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് അവളുടെ പേടി. അപ്പോൾ ആ ഒരു രൂപം സാമിനെ അറ്റാക്ക് ചെയ്യാണ്. സാം അവിടെ കുടുങ്ങിപ്പോയ സമയത്ത് കിൻസിയും ബോഡിയും തിരിച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. ഈ സമയത്ത് തന്നെ കെട്ടെങ്ങനെയൊക്കെയോ മുറിച്ച് അവർ പുറത്ത് വന്നിട്ടുണ്ട്, ടൈലറിൻ്റെ അമ്മയും. എന്നാൽ എങ്ങനെയൊക്കെയോ ഈ ഒരു പേടിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്ന സാമിനെ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് ഹെഡ് കീ വെച്ച് ടൈലർ ലോക്ക് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ്റെ ബോഡിയിൽ നിന്ന് അവൻ്റെ സോൾ ഇറങ്ങും. അത് ഇറങ്ങുന്ന സോളാണെങ്കിൽ ഭയങ്കര ഒരു പാവമായിട്ടുള്ള സാമായിട്ടാണ് ഇറങ്ങുന്നത്. അവൻ മാപ്പ് ചോദിക്കുകയാണ് ആദ്യം തന്നെ അവരുടെ അച്ഛനെ കൊന്നതിന്. അവൻ കോൺഷ്യസ് ആയിട്ട് ചെയ്തതല്ല, പിന്നെ ആരാണ്? വെല്ലേഡിയാണ് അവനെ കൺട്രോൾ ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ വെല്ലേഡി തന്നെയാണ് ഡോഡ്ജ് എന്നുള്ളത് ടൈലർ ഇപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഇവളുടെ ഉദ്ദേശം എന്നുള്ളത് ഈ കീ എടുക്കാൻ ആണ് എന്നിവർ പറഞ്ഞ് മനസ്സിലാക്കാൻ സാമിനെ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് ഡോഡ്ജ് വരികയാണ്. സാമിൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ ഭയങ്കര ഒരു ക്രൂരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഡോഡ്ജ് പറഞ്ഞു നീ എനിക്ക് വളരെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവർ ഉറക്കെ പറയുന്നുണ്ട് ആ കീ കൊടുക്കരുതെന്ന്. പക്ഷേ എന്താണ് ഡോഡ്ജിന്, അതായത് വെല്ലഡിക്ക് ലോക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ആ കീ പിടിച്ചു വാങ്ങാൻ പറ്റാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ സാമിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും. അപ്പോൾ സാം ചോദിക്കും ഞാൻ നിനക്ക് ഇപ്പോഴും സ്പെഷ്യൽ അല്ലേന്ന്. ഡോഡ്ജിന് ദേഷ്യം വരും ഇവൻ കീ കൊടുക്കാൻ താമസിക്കുമ്പം. അവിടെ കിടന്നൊരു കത്തിയെടുത്ത് ഒറ്റ കുത്താണ് സാമിന്. മലയാളത്തിൽ അവരൊക്കെ മാറി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചതാണല്ലേ, പക്ഷെ മനസ്സിലായില്ല. ചില ആൾക്കാരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതാണ് ഉണ്ടാവുക, നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും അല്ലേ. പക്ഷേ വിശ്വസിക്കുമ്പം അവരുടെ ഉദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറിപ്പോവുക തന്നെ വേണം. അല്ലെങ്കിൽ എന്താണ്, പല അപകടങ്ങളും സംഭവിച്ചേക്കാം. അപ്പം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സാം ഈ ഒരു കുത്തേക്കുന്ന സമയത്ത് ആ ഒരു കുത്തേറ്റ് അവൻ ആ ഒരു ഡോറുണ്ടല്ലോ, ഗോസ്കിയുടെ ഡോറ്, അതിൽ കീ കിടക്കുകയായിരുന്നു. ഓർമ്മയില്ലേ? നേരത്തെ സാം വന്ന സമയത്ത് അതിലൂടെ ബോഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡോറിലൂടെയാണ് പെട്ടെന്ന് നമ്മുടെ സാം കിടക്കുക. ഗോസ്കി ഇട്ട ഡോറിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, സോൾ സെപ്പറേറ്റ് ആവും ബോഡിയിൽ നിന്ന്. അപ്പോൾ അവൻ്റെ ബോഡി അവിടെ വീഴും സാമിൻ്റെ. എന്നിട്ട് അവൻ്റെ സോളാണ് പുറത്തേക്ക് പോവുക. അവൻ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നതിന് മുന്നേ പോലീസ് വരികയും അവൻ്റെ ബോഡി കണ്ടെടുക്കുകയും ചെയ്യും. ബോഡി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സോളിന് പിന്നെ കയറാൻ പറ്റില്ലല്ലോ. ഓൾറെഡി കുത്തേറ്റ ബോഡിയാണെങ്കിൽ കൂടി മരിച്ചിട്ടില്ല. അപ്പോൾ അവന് ശരീരത്തിൽ കയറാൻ പറ്റില്ല. അവൻ പറയുന്നത് ആർക്കും കേൾക്കാനോ അവനെ കാണാനോ സാധിക്കുകയില്ല. അങ്ങനെ അവിടെ സാം പെട്ടുപോവാണ്. അതേസമയം ലോക്ക് ഫാമിലിയിലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടി അവർ റീജോയിൻഡ് ആവും. അതായത് ടൈലറും കിൻസിയും ബോഡിയും അമ്മയും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഫാമിലി മാൻ, അവരുടെ റെയിൻഡലിനെ കൊന്ന ആളാണ് മരിച്ചു കിടക്കുന്നത്. എന്നാൽ ഗോസ്റ്റായി ഇവൻ പുറത്തേക്ക് പോയി എന്നുള്ളത് അവരും അറിയുന്നില്ല. ഇതേ സമയം ലോക്ക് ഹൗസിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ എല്ലിയുടെ ഫാമിലിയിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അവരുടെ വീട്ടിൽ. അപ്പം ആ ഒരു ഗസ്റ്റിനെ നമ്മളിവിടെ ആരാണെന്ന് കാണിക്കുന്നില്ല ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ. ഓക്കെ, ആ ഒരു ഗസ്റ്റ് അവിടെയുണ്ട്. ആ ഒരു ഗസ്റ്റിനെ അവർ പേടിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരാണ് ഈ ഗസ്റ്റ്? എല്ലി എന്താണ് അവിടെ ചെയ്യുന്നത്? ആരാണ് നമ്മുടെ ജോനെ കൊന്നത്? നമ്മുടെ ഗോസ്റ്റായിട്ടുള്ള സാമിന് എന്ത് ചെയ്യും? തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ നമ്മുടെ കീകളെല്ലാമായിട്ട് പോയിട്ടുള്ള വെല്ലേഡി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ കീകളൊക്കെ ഇവർക്ക് തിരിച്ചു കിട്ടുമോ? ഇതൊക്കെ അറിയാൻ നമുക്കിനി വരുന്ന എപ്പിസോഡുകൾ കാണാം. ഓക്കെ, സോ ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. ഓക്കെ, എന്നാലേ നമുക്ക് പുതിയ എപ്പിസോഡ് വേഗം ചെയ്യാനുള്ളൊരു എനർജി കിട്ടും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.